എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് മലബാറിൻ്റെ ഹൃദയമായ സാക്ഷാൽ കോഴിക്കോട് നഗരത്തിലാണ്. കോഴിക്കോട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നല്ല ദം ബിരിയാണിയും മിഠായിത്തരമൊക്കെയാണല്ലേ. എന്നാൽ ഇപ്പോൾ കോഴിക്കോടിന് പുതിയൊരു അടയാളം കൂടി വന്നിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം KSRTC ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ബസ്സിലെ യാത്രയെക്കുറിച്ചും അതിൻ്റെ ടിക്കറ്റ് നിരക്കിനെ പറ്റിയും അതിൻ്റെ സീറ്റിൻ്റെ കാര്യങ്ങളെ പറ്റിയും അതുപോലെ തന്നെ എങ്ങനെ ബുക്ക് ചെയ്യണം ഈ കാര്യങ്ങളെ പറ്റിയും അതുപോലെ യാത്രയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. 4:30 തുടങ്ങി 5:50 KSRTC ടെർമിനലിൽ അവസാനിക്കുന്ന ട്രിപ്പാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. സ്വിച്ച് മൊബിലിറ്റി നിർമ്മിച്ച ഈ ബസ് പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമാണ്. ഈ ബസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഓപ്പൺ റൂഫ് ടോപ്പാണ്. 360 ഡിഗ്രി വ്യൂവിൽ നഗരക്കാഴ്ചകൾ കാണാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. മൊത്തം 64 സീറ്റുകളാണ് ഈ ബസ്സിലുള്ളത്. മുകളിൽ 36 സീറ്റുകളും താഴെ 28 സീറ്റുകളും. മുകളിലെ സീറ്റിൽ യാത്ര ചെയ്യാനായിട്ട് 200 രൂപയും താഴെയുള്ള സീറ്റിൽ യാത്ര ചെയ്യാനായിട്ട് 100 രൂപയുമാണ് KSRTC ചാർജ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ KSRTC യാത്രകൾക്ക് KSRTC സ്വിഫ്റ്റ് എന്ന സൈറ്റിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാറുള്ളത്. ആ സൈറ്റിൽ നിന്ന് തന്നെ ഡബിൾ ഡെക്കറിൻ്റെ ടിക്കറ്റുകളും ലഭ്യമാണ്. സാധാരണ KSRTC യാത്ര പോലെയല്ല, പാട്ടൊക്കെ വെച്ച് നല്ല വൈബടിച്ചാണ് യാത്ര പോകുന്നത്. അതുകൊണ്ട് ആർക്കായാലും ഈ യാത്ര മടുക്കില്ല എന്നത് ഉറപ്പാണ്. മാവൂർ റോഡിലെ KSRTC ടെർമിനലിൽ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത്. ഏകദേശം 16 കിലോമീറ്ററോളം വരുന്ന ഒരു മനോഹരമായ സിറ്റി ടൂറാണിത്. മാവൂർ റോഡിൽ നിന്ന് തുടങ്ങി സരോവരം ബൈപ്പാസ്, അരയിടത് പാലം വഴി മാനേജർ സ്ക്വയറിലെത്തും. അവിടുന്ന് നേരെ കടപ്പുറത്തേക്ക്. സൗത്ത് ബീച്ച്, ലയൺസ് പാർക്ക്, ഗാന്ധി റോഡ്, ബട്ട് റോഡ് വഴി ഈ ബസ് കടന്നു പോകും. ആകെ 64 സീറ്റുകളാണ് ഈ ബസ്സിലുള്ളത്. മുകളിൽ 36 സീറ്റുകളും താഴെ 28 സീറ്റുകളും. അഥവാ മഴ പെയ്യുകയാണെങ്കിൽ മുകളിൽ ഓട്ടോമാറ്റിക്കായി വിരിക്കാൻ കഴിയുന്ന റൂഫും ഇതിനുണ്ട്. കോഴിക്കോട് കണ്ട് പരിചയമുള്ളവരാണെങ്കിലും കോഴിക്കോട് കറങ്ങി അവിടുത്തെ ഓരോ മുക്കും മൂലയും അറിയുന്നവരാണെങ്കിൽ പോലും ഈ ബസ്സിൽ മുകളിൽ കയറി യാത്ര ചെയ്യുന്നത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ബസ് വന്നിട്ട് കുറച്ചായെങ്കിലും ആളുകളുടെ കൗതുകം ഇതുവരെ മാറിയിട്ടില്ല. പലപ്പോഴും ചെറിയ കുട്ടികളാവട്ടെ വയസ്സായ ആളുകളാവട്ടെ ബസ് പോകുമ്പോൾ ബസ്സിലേക്കോ അല്ലെങ്കിൽ മുകളിലേക്കോ നോക്കി കൈ വീശുന്നത് പതിവായ കാഴ്ചയാണ്. വൈകുന്നേരത്തെ ഈ കടൽക്കാറ്റും കൊണ്ട് ബസ്സിൻ്റെ മുകളിലിരുന്ന് കടപ്പുറം കാണുന്നത് ശരിക്കും ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ്. കോഴിക്കോടിൻ്റെ ചരിത്രമുറങ്ങുന്ന പല തെരുവുകളും വലിയങ്ങാടിയും ഈ യാത്രയിൽ നമുക്ക് കാണാൻ കഴിയും. ഈ യാത്രയിൽ എടുത്തു പറയേണ്ടത് നഗരത്തിലെ മരങ്ങൾക്കിടയിലൂടെയും കെട്ടിടങ്ങൾക്കിടയിലൂടെയുമുള്ള ഈ ആകാശയാത്രയാണ്. ഈ യാത്രയിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരങ്ങൾക്കിടയിലുള്ള യാത്ര തന്നെയാണ്. എന്തൊക്കെയായാലും ഈ മരച്ചില്ലകൾ വരുന്ന സമയത്ത് ഡ്രൈവർ വണ്ടി സ്ലോ ഡൗൺ ചെയ്യുമെങ്കിലും ചില ആളുകൾ എഴുന്നേറ്റ് തന്നെ നിൽക്കും. അപ്പം നമുക്ക് അടുത്ത മരം വരുന്ന സമയത്ത് ആ ഇല നമ്മുടെ കണ്ണിൽ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ ഇതുപോലെ ചില്ല വന്ന് അടിച്ച് നമ്മുടെ കയ്യിലുള്ള ഫോണോ അല്ലെങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് വീഴാനുള്ള സാധ്യതകളുണ്ട്. ഫാമിലി ആയിട്ടോ സുഹൃത്തുക്കളോടൊപ്പമോ കോഴിക്കോട് വരികയാണെങ്കിൽ തീർച്ചയായും കയറിയിരിക്കേണ്ട ഒന്നാണിത്.
പ്രത്യേകിച്ചും വൈകുന്നേരത്തെ ട്രിപ്പുകൾ ബുക്ക് ചെയ്താൽ മനോഹരമായ സൂര്യാസ്തമയവും നൈറ്റ് ലൈറ്റും ആസ്വദിക്കാനായി സാധിക്കും. ഞങ്ങൾ ഈ വിഷുവിനാണ് യാത്ര ചെയ്തത്. അധികം റഷ് ഫീൽ ചെയ്തില്ല. എനിക്ക് തോന്നുന്നു യാത്ര ചെയ്യണം എന്ന് വിചാരിക്കുന്നതിന് തലേ ദിവസം ബുക്ക് ചെയ്താലും നമുക്ക് ടിക്കറ്റ് കിട്ടും. അങ്ങനെ കറക്കത്തിന് ശേഷം തിരിച്ച് നമ്മൾ KSRTC ടെർമിനലിലേക്ക് പോവുകയാണ്. 5:50 എത്തേണ്ട വണ്ടി ഇപ്പോഴേ 10 മിനിറ്റ് ഡിലേ ആണ്, ബ്ലോക്ക് കാരണം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഡബിൾ ഡെക്കറിൽ കയറിയിട്ടില്ലെങ്കിൽ അടുത്ത തവണ കോഴിക്കോട് വരുമ്പോൾ ഇതൊട്ടും മിസ് ചെയ്യരുത്. കോഴിക്കോട് മാത്രമല്ല, തൃശ്ശൂരും തിരുവനന്തപുരത്തും KSRTCയുടെ ഈ സർവീസ് അവൈലബിൾ ആണ്. പിന്നെ കോഴിക്കോട് കാണണമെങ്കിൽ കോഴിക്കോട് തന്നെ വരണമല്ലോ അല്ലേ. ഓൺലൈൻ വഴി ടിക്കറ്റുകൾ അവൈലബിൾ ആണ്. ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള മറ്റ് യാത്രാ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി ഉടനെ കാണാം.